പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധി പ്രശ്നങ്ങളും വർദ്ധിക്കുക. ഭാരപ്പെട്ടു പോകണ്ട. നീ കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ, ഈ ഒരു തീരുമാനം നിന്റെ ജീവിതത്തിൽ എടുത്തിട്ട് ദൈവശബ്ദം കേട്ടിട്ടാണെങ്കിൽ നീ ഭാരപ്പെടണ്ട. നിന്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഏറ്റെടുത്ത് നിറവേറ്റുവാൻ ദൈവം ഉത്തരവാദിയാണ്. നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കർത്താവിന് ഉത്തരവാദിത്തമുണ്ട് കുഞ്ഞെ. നീ ഭാരപ്പെട്ടു പോകണ്ട. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. യേശുവിൻ്റെ വാക്കിന് മുൻപിലാണ് ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിതരായത്. യേശു അവരെ നിർബന്ധിച്ചു വിടുകയാണ്. കാറ്റും കോളുമൊക്കെ പ്രതികൂലം, എല്ലാം തീർന്നു എന്ന് വിചാരിച്ച സാഹചര്യത്തിൽ അവരുടെ ഹൃദയത്തിനകത്ത് തോന്നിക്കാണും, ഇത്രയും നിർബന്ധിച്ച് കർത്താവ് ഞങ്ങളെ ഇങ്ങനെ വിട്ടത് ഇതിനു വേണ്ടിയായിരുന്നു. ഈ പ്രതിസന്ധിക്കകത്ത് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയോ എന്നുള്ള പല ചിന്തകളും അവരുടെ ഹൃദയത്തിലൊക്കെ കടന്നു പോയിട്ടുണ്ടാകാം. നമ്മുടെ ജീവിതത്തിനകത്തും അങ്ങനെയാ. പലതും ദൈവിക ശബ്ദം കേട്ടിട്ടും ദൈവിക ആലോചന പ്രകാരവും വാക്തത്വത്തിനകത്തും ഒക്കെ നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന പല വിഷയങ്ങൾക്കകത്തേക്കും മുൻപോട്ട് പോകാൻ കഴിയാതെ വണ്ണം ഭാരത്തോടും വേദനയോടും എങ്ങും എത്തപ്പെടുവാൻ കഴിയാതെ ശൂന്യതയ്ക്കകത്ത്, തകർച്ചയ്ക്കകത്ത്, ഒത്തിരി കുത്തുവാക്കുകളുടെയും ഒത്തിരി ചോദ്യചിഹ്നമായ അവസ്ഥയ്ക്കകത്തൂടെയൊക്കെ കടന്നുപോയെന്ന സാഹചര്യം നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകാം. ആ ഒരു ഘട്ടത്തിലൂടെ പലപ്പോഴും നാം കടന്നുപോയവരാ. എന്നാൽ നീ ഭാരപ്പെടണ്ട. നിന്നെ അയച്ചത് ദൈവമാണെങ്കിൽ, ദൈവിക ശബ്ദം കേട്ടിട്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ, ദൈവസ്ഥലത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചെടുത്തൊരു ഡിസിഷൻ ആണെങ്കിൽ പലപ്പോഴും ചുറ്റുമുള്ളവർക്ക് അതൊരു പോഷത്വമായി തോന്നാം. പക്ഷേ നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വരുന്ന സകല കാര്യങ്ങൾക്കകത്തും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ വൈകുന്നത് അതൊരു ദൈവത്തിൻ്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതൊരു ദോഷത്തിനല്ല. നിന്റെ ദൈവം ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല. നീ കർത്താവിൻ്റെ വാക്കിനകത്ത് ഇറങ്ങിയതെങ്കിൽ നിന്റെ ജീവിതത്തിലെ സകലതും ഏറ്റെടുക്കുവാൻ അവൻ ഉത്തരവാദിയായ ദൈവമാണ്. നിനക്ക് വേണ്ടി സകലതും നിവർത്തിച്ചേരുവാൻ അവൻ പ്രാപ്തിയുള്ള ദൈവമാണ്. എല്ലാം തീർന്നുവെന്ന് വിചാരിച്ച അവസാന നിമിഷത്തിൽ, ആ 4-ാം യാമത്തിൽ കർത്താവിൻ്റെ ഒരു വരവുണ്ട്. അവരുടെ അടുക്കലേക്ക് നടന്നു വരുന്നൊരു കർത്താവ്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച അവസാന നിമിഷത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവിക കരുതലുണ്ട്. നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട്, നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട്, ദൈവിക ആലോചന കേട്ടിട്ടാണ് നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തതെങ്കിൽ, അതിനകത്ത് വരുന്ന കഷ്ടതയ്ക്കകത്ത് ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ട്. നിന്നെ അതിനകത്തൂടെ പണിതെടുക്കാൻ, നിന്നെ ചിലതൊക്കെ പഠിപ്പിക്കാൻ, നിന്നെ പ്രാപ്തിയാക്കി തീർക്കാൻ, ചില മഹത്വം നിന്നിലൂടെ വെളിപ്പെടുത്താൻ, നിന്റെ ചുറ്റുമുള്ളവരുടെ നടുവിൽ നിന്നെ ആദരിച്ചു നിർത്താൻ ദൈവത്തിനൊരു സമയമുണ്ട്. ആ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടിയാണ് നീ കാത്തിരിക്കേണ്ടത്. അതിനകത്ത് എന്ത് കഷ്ടത വന്നാലും ആ വാക്തത്വത്തിലേക്ക് എത്തപ്പെടേണ്ടതിന് വേണ്ടി ബന്ധപ്പെടുന്നൊരു സമയമുണ്ടല്ലോ. അതിനകത്ത് കഷ്ടതയുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യം, ഒരു ദൈവിക സംരക്ഷണമുണ്ട്. നിന്നെ അത്ഭുതമായി നടത്തുവാൻ, നിന്നെ ആ കഷ്ടതയ്ക്കകത്തും പണിതെടുക്കുവാൻ, നിന്റെ ഒപ്പമിരുന്ന് ആ വേദനകളൊന്നും നിനക്ക് ഭാരമാകാതെ വണ്ണം നിന്റെ കൂടെ ഇരുന്ന് നിന്നെ മോൾഡ് ചെയ്യുന്ന, നിന്നെ ഗൈഡ് ചെയ്യുന്ന, നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, നിന്നെ പണിയുന്ന, ആ കഷ്ടതയ്ക്കകത്തും ദൈവിക കരുതലും സംരക്ഷണവും നിന്നെ പഠിപ്പിക്കുന്ന, വിശ്വാസം എന്താണ് നിന്നെ പഠിപ്പിക്കുന്ന, നിന്നെ പ്രാപ്തിയാക്കുന്ന ആ ഒരു ദൈവിക കരുതലുണ്ട്. ചുറ്റുമുള്ളവർക്ക് പലപ്പോഴും അതൊക്കെ ഭോഷത്വമായി തോന്നും. ഇവനെടുത്ത ഡിസിഷനൊക്കെ ശരിയായിരുന്നു. എന്നിട്ടും ഈ കഷ്ടത എന്തുകൊണ്ട്, ഈ വേദന എന്തുകൊണ്ട്, ഈ നിന്ന എന്തുകൊണ്ട്? പക്ഷേ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദത്തിനകത്താണ് നീ ഇറങ്ങിയതെങ്കിൽ,
നിന്റെ ജീവിതത്തിൽ വരുന്ന സകല വേദനയ്ക്കകത്തും ദൈവത്തിന് വലിയ പദ്ധതികളാണ് ഉള്ളത്. അത് വരും ദിവസങ്ങളിൽ ഒരു മഹത്വമായി വെളിപ്പെട്ടു വരും. പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ആ ദൈവിക മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുന്ന ദിവസം. പല ചോദ്യങ്ങളുടെ മറുപടിയാണിത്. ദൈവത്തിൻ്റെ ആ ഗ്ലോറി, ദൈവിക മഹത്വം, ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നമ്മുടെ മേൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്, ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി നീ കാത്തിരിക്കുക. കുഞ്ഞെ, നീ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങിയോ? നീ ഭാരപ്പെട്ടു പോകണ്ട, നീ വേദനിക്കണ്ട, നീ തളർന്നു പോകണ്ട, നീ ക്ഷീണിച്ചു പോകണ്ട, നീ മടുത്തു പോകണ്ട. നിനക്ക് വേണ്ടി ഉടയവൻ ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. നിന്റെ സമയത്തല്ല, കർത്താവിൻ്റെ സമയത്ത് അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഏറ്റവും മഹത്വമുള്ളതാക്കി, ഏറ്റവും ശ്രേഷ്ഠമുള്ളതാക്കി നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കാം. വലിയൊരു മഹത്വം വെളിപ്പെടാൻ സമയമായി. നിന്റെ കഷ്ടതയ്ക്കും വേദനയ്ക്കും നിന്റെ ഭയത്തിനും ഒക്കെ അറുതി വരുന്നൊരു ദിവസമുണ്ട്. പത്രോസ് ഇവിടെ പറയാ, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്ന് അവൻ പറഞ്ഞു. യേശു പറയാ, നീ. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. പലപ്പോഴും അവിശ്വാസം, എന്തുകൊണ്ട് ഞാനെടുത്ത തീരുമാനം ശരിയായോ? പലപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ ആ ശബ്ദത്തെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയൊക്കെ വരുമ്പോൾ, കർത്താവേ, ഇത് ശരിയായിരുന്നോ? ഞാൻ കേട്ട ദൈവശബ്ദം ശരിയായിരുന്നോ? എൻ്റെ തീരുമാനം ശരിയായിരുന്നോ? പലപ്പോഴും ഒരവിശ്വാസം, ഒരു ഭയമുള്ളിൽ വ്യാപരിക്കും. എന്നാൽ നിന്റെ ദൈവമാണ് പറഞ്ഞതെങ്കിൽ നീ ഇറങ്ങിക്കോ. നീ ചുറ്റുമുള്ളതൊന്നും കണ്ട് ഭയപ്പെടണ്ട, ഭാരപ്പെടണ്ട. നിന്റെ അപ്പൻ്റെ വാക്കിനകത്ത് നീ ഇറങ്ങി തിരിച്ചതെങ്കിൽ, നിന്റെ അപ്പൻ്റെ വാക്കിനകത്താണ് നീ ഈ തീരുമാനം എടുത്തതെങ്കിൽ, അത് മറ്റുള്ളവർക്കൊരു പോഷത്വമാണെങ്കിലും നിന്റെ ജീവിതത്തിൽ അത് ഏറ്റവും മഹത്വമുള്ളതാക്കുന്ന ഒരു ദിവസമുണ്ട്. അത് നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കാൻ, ചിലതൊക്കെ നിന്നെ പഠിപ്പിക്കാൻ, വിശ്വാസത്തെ നിന്നെ ഉറപ്പിക്കാൻ, നിന്നെ മോൾഡ് ചെയ്യാൻ, ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുന്ന ചില മണിക്കൂറുകളും ദിവസങ്ങളും മാസങ്ങളുമാണ്. അത് ഏറ്റവും നന്മയ്ക്കാം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലൂടെ നിന്നെ നടത്തേണ്ടതിന് ഉള്ളൊരു തുടക്കം മാത്രമാണ്. ഭാരപ്പെടണ്ട, അവിശ്വസിക്കണ്ട. ദൈവകരത്തിൽ ഭരമേൽപ്പിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് പോക. ആ വാഗ്ദത്തത്തിനു വേണ്ടി തന്നെ, കേട്ട ദൈവശബ്ദത്തിനു വേണ്ടി തന്നെ മുറുകെ പിടിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. 4-ാം യാമത്തിൽ ഇറങ്ങി വന്നൊരു ദൈവിക കരുതൽ നീ അനുഭവിക്കാൻ പോകുക. ധൈര്യമായിരിക്കുക, വിശ്വാസത്തിൽ ഉറക്കുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്കു പറഞ്ഞവൻ മാറത്തില്ല.